പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസ് സ്റ്റേഷന്റെ കാവൽ അവിടെ പാറാവ് നിന്നിരുന്ന പോലീസുകാരനോട് ഞാൻ 5-6 എണ്ണത്തെ തട്ടിയിട്ടാണ് വരുന്നത്, 3 എണ്ണം മരിച്ചു, 3 എണ്ണം ഇപ്പോൾ മരിച്ചു കാണും എന്ന് പറയുന്നു. അതിലൊരാൾ പേരുമലയിലും പാങ്ങോടും ചുള്ളാളത്തുമാണ് എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് കയ്യിൽ ഒരു ചെയിനുമായിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടുവരുന്ന, കീ ചെയിനുമായിട്ട് കറക്കിക്കൊണ്ടുവരുന്നയാളാണ് അഫാൻ എന്നാണ് പോലീസ് നൽകിയിരിക്കുന്ന മൊഴി. അപ്പോൾ ആ സമയത്ത് ഒരു കൂസലുമില്ലാതെ ആളുടേക്ക് ചെന്ന് കയറുമ്പോൾ പറയുന്നുണ്ട് ഞാൻ എലിവിഷം കഴിച്ചിട്ടുണ്ട് എന്നുകൂടി പറയുന്നു. തുടർന്ന് പോലീസ് അതിവേഗം നടത്തിയ യാത്രയിലാണ് പേരുമലയിലും പാങ്ങോട്ടും ചുള്ളാളത്തും ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതും വലിയൊരു കൂട്ടക്കൊലയുടെ ചുരുളുകൾ പുറത്തേക്ക് കഴിയുന്നതും. ഇതാണ് പോലീസ് നൽകിയിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ നിമിഷം വരെയുള്ള നമ്മളുടെ വിവരം. പക്ഷേ എന്താണ് ഇതിൻ്റെ മോട്ടീവെന്നോ ഇതിൻ്റെ കൃത്യമായ സീക്വൻസ് എന്താണോ എന്നുള്ളതും പോലീസ് ഇനിയും കൺഫേം ചെയ്തിട്ടില്ല. നമുക്ക് ലഭിക്കുന്ന CCTV ദൃശ്യങ്ങളിൽ നിന്നും പോലീസിൻ്റെ വേർഷനിൽ നിന്നും ആദ്യം കൊലപാതകം നടക്കുന്നത് പാങ്ങോടാണ് എന്ന് മനസ്സിലാക്കുന്നു. കൊലപാതക ശ്രമം നടക്കുന്നത് പേരുമലയിലാണ്. സ്വന്തം ഉമ്മയെ ആദ്യം കൊലപാതകം നടത്തുന്നത് സൽമാ ബീവി ഉമ്മുമ്മയെ, അതിനുശേഷം ചുള്ളാളത്തേക്ക് വരുന്നു. ആ ബൈക്കിൽ തന്നെ പേരുമലയിലേക്ക് വരുന്നു. പേരുമലയിൽ കൊലപാതകം നടത്തിയതിനു ശേഷം ഈ ബൈക്ക് റോഡിൻ്റെ സൈഡിൽ കൊണ്ടുവച്ചതിന് ശേഷം ഓട്ടോറിക്ഷയിൽ കയറി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി പോലീസിന് മൊഴി കൊടുക്കുന്നു. ഇതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഈ കൂട്ടക്കൊലയുടെ ഒരു റൂട്ട് മാപ്പ് എന്ന് പറയുന്നത്.